ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടാൽ ഞാൻ ഈ മെറ്റീരിയൽ വെച്ചാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ചുരിദാറിന്റെ ഫ്രണ്ട് പോർഷനാണ്. നെക്ക് നമുക്ക് അടിക്കാം. നെക്ക് അടിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 2 പീസ് വേണം. 2 പീസ് ഒന്ന് തുണിയുടെയും ഒന്ന് ക്യാൻവാസുമാണ്. ക്യാൻവാസ് ഇങ്ങനെ എടുക്കാം, മടക്കാം, ഇങ്ങനെ കട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഇത് തുണിയും എടുത്ത് ഇതിൻ്റെ മൂല നടുക്ക് സെൻറ്റർ നോക്കി കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ തുണി ഇടണം. അതിൻ്റെ മുകളിൽ നമ്മൾ ക്യാൻവാസ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെക്കണം. ഫ്രണ്ടിലേക്ക് നമ്മൾ വരയ്ക്കണേ. ഇതിപ്പോൾ ഫ്രണ്ടിലേക്ക് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് ഒരു 4 ഇഞ്ച് ഇങ്ങനെ കയറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കും. ഫ്രണ്ടിലേക്ക് ഞാനിങ്ങനെ അടിച്ച് എടുത്തിട്ട് തുണി കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തുണീനെ ഈ ക്യാൻവാസിൻ്റെ ഉള്ളിലേക്ക് മടക്കി അടിച്ചതിന് ശേഷം നമ്മളിത് ഉള്ളിലേക്ക് മടക്കി തുന്നി കൊടുത്താൽ ഫ്രണ്ട് നെക്ക് ഓക്കെ ആയി കിട്ടും. ഇതിപ്പോൾ ബാക്ക് നെക്കാണ്. ഇതിപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് മറിച്ചിട്ടടിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇനി ഇത് തയ്ച്ചേണേൻ്റെ ഒരു 4 ഇഞ്ച് മാറ്റി നമ്മൾ കട്ട് ചെയ്യണം. പിന്നെ റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കണം. ഇത് ഇട്ട് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്ത് മറിച്ചിട്ട് കഴിയുമ്പോൾ ഇത് പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ പീസിൻ്റെ ഭാഗം നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് മാറ്റാണ്. ഞാനിങ്ങനെ പതിച്ചടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ മറച്ചിങ്ങനെ ഇങ്ങനെ അടിച്ച് തുന്നിക്കൊടുക്കാം. അപ്പോൾ കഴുത്ത് ഫിനിഷിംഗ് ആയിട്ട് നമുക്കിങ്ങനെ വരും. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് സ്ലീവ്. ഇത് നമുക്ക് ഇനി ചുരിദാറിൽ പിടിപ്പിക്കാം. ചുരിദാറിൻ്റെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഞാൻ കൂട്ടി ഷോൾഡർ കൂട്ടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കഴുത്ത് മടക്കി തുന്നിയതിന് ശേഷം സ്ലീവ് പിടിപ്പിച്ചിട്ട് നമുക്ക് കാണാം. ചുരിദാർ അടിച്ച് കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ചുരിദാർ. ഇതിൻ്റെ സിഗരറ്റ് ബോട്ടം ഇതാണ്. ഷോള് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിത് വെയർ ചെയ്തിട്ട് കാണാം. ഇതാണ് ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ കൂടെ ഞാനൊരു ഷോളും കൂടി വെയർ ചെയ്യുന്നുണ്ട്. വൺ സൈഡാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് വെയർ ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.